ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ശങ്കറിനെയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ സങ്കടങ്ങൾ ഓരോന്നായിട്ട് ശങ്കറിനോട് പറയുകയാണ്. സ്വന്തം ഭർത്താവ് താൻ കാരണം അപകടത്തിലാവാൻ പാടില്ല എന്ന ഒരു സ്ത്രീ കരുതിയത് കൊണ്ട് മാത്രമാണ് ശേഖരേട്ടൻ രക്ഷപ്പെട്ടത്. കമലേടത്തിയുടെ ആ സ്നേഹമാണ് നമ്മുടെ ശേഖരേട്ടനും അമ്മയും കാണാതെ പോകുന്നത്. കമലേടത്തിയുടെ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ശങ്കർ. കമലേടത്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. ഗൗരി, നീ ഈ കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയൊന്നും ഇവിടെ ആരും തിരിച്ചറിയാൻ പോണില്ല. നിനക്കാരെയും തിരുത്താനും പറ്റില്ല. ശങ്കർ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലേ? കുറച്ചെങ്കിലും ശങ്കറിനെ തിരുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലേ? അതുപോലെ മറ്റുള്ളവരെ തിരുത്താനും എനിക്ക് കഴിയും ശങ്കർ. അപ്പോൾ ശങ്കർ ചിരിച്ചിട്ട്, നിന്നെ പറഞ്ഞ് ജയിക്കണതേ അത്ര പറഞ്ഞ് ജയിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഗൗരി. കമലയടത്തേക്ക് വേണ്ടിയിട്ടാണ് എങ്കിലും മറ്റാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ കിടാവിൻ്റെ കണ്ണ് നിറയണത് എനിക്ക് ചിന്തിക്കാനോ സഹിക്കാനോ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഗൗരിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ശങ്കർ. അപ്പോൾ ഭയങ്കര സങ്കടമായി ശങ്കറിനും. പിന്നെ നമ്മൾ കാണുന്നത് ആദർശിനെയാണ്. അപ്പോൾ ആദർശിത ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കുള്ള ഇൻസുലിനും മരുന്നും ഒക്കെ വാങ്ങിച്ച് കൈ കൊണ്ട് കൊടുക്കുകയാണ്. മുത്തശ്ശി ഇതാ, മുത്തശ്ശി പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അല്ല, വേണി എവിടെ? കണ്ടില്ലല്ലോ. നന്ദിനിയുടെ ഒപ്പം അടുക്കളയിൽ ഉണ്ടാവും. അവക്കിപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നിട്ടുണ്ട് മോനെ. ആണോ എന്ന് ചോദിച്ചു. ഇന്നേ അവൾ പുറത്തു പോയിട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നോ. വേണി പുറത്തു പോയോ? എപ്പോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം നിൻ്റെ ബാങ്കിലേക്ക് വന്ന കാര്യം നിന്നോട് വിളിച്ച് പറഞ്ഞില്ലായോ എന്ന് ചോദിച്ചു. അപ്പം ആദർശ് ഞെട്ടിപ്പോയി. വേണി ബാങ്കിൽ വന്നെന്നോ? എന്താ മുത്തശ്ശി പറഞ്ഞത് എന്ന് ചോദിച്ചു. ആ അതേന്നേ, ബാങ്കിലേക്ക് പോരുവാന്ന് പറഞ്ഞാൽ അവളെവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ വേണി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ടിപ്പോൾ എന്തുട്ടാ? അതെ, എനിക്ക് ബാങ്കിലേക്ക് വരണമെന്ന് അപ്പം അങ്ങ് തോന്നിയില്ല. അതുകൊണ്ട് ഞാനിങ്ങോട്ടേക്ക് തിരിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആദർശിൻ്റെ അടുത്തേക്ക്. ആദർശേട്ടൻ എന്താ ഒന്ന് ഞെട്ടിയത്? ഞെട്ടിയോ? ഞാനോ? എന്തിന്? അതെന്തുട്ടിനാന്നല്ലേ ഞാനിപ്പോൾ ചോദിച്ചത്. നിൻ്റെ ഒരു കാര്യം, ഞാൻ ഇന്ന് ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നീ എന്താ അങ്ങോട്ടേക്ക് വരാതിരുന്നത്? ആദർശേട്ടനെ ഇന്ന് ബാങ്ക് ഉണ്ടായിരുന്നില്ലല്ലോ. എന്തേ, ബാങ്കിലുണ്ടായിരുന്നു ആദർശേട്ടാ? വീണ്ടും ആദർശമൊന്ന് ഞെട്ടി. എന്നിട്ട് ഇങ്ങനെ ബപ്പ വയ്ക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അതെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് വേണി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും ആദർശിൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദർശ് രഞ്ജു ആയിരിക്കും എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആദർശേട്ടാ, ഫോൺ ബെല്ലടിക്കണം, നിങ്ങൾ കേൾക്കണില്ലേ? നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കണത്? അത് റോങ് നമ്പറാണ്. അതെങ്ങനെയാ? ഫോൺ എടുക്ക് നോക്കാതെ പോലും നിങ്ങൾ റോങ് നമ്പറാന്ന് പറയണത്? അതെന്താണെന്നറിയോ വേണി? അത് കുറച്ച് മുമ്പും ആ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നേ. എന്താ ചെയ്യുക? അപ്പം ഞാൻ പറഞ്ഞു റോങ് നമ്പറാന്ന്. അവർക്കും മനസ്സിലാവുന്നില്ല വേണി. നീ ആദ്യം ആ ഫോണൊന്ന് എടുക്ക് എന്ന് മുത്തശ്ശിയും പറഞ്ഞു. അത്യാവശ്യക്കാരി ആരെങ്കിലും ആണെങ്കിലോ? അല്ല മുത്തശ്ശി, എനിക്കറിയാം. വിളിക്കുന്ന അവർക്ക് ഒരു അത്യാവശ്യവും ഇല്ല. നമ്പർ തെറ്റി വിളിക്കുന്നതാ. പല തവണ പറഞ്ഞിട്ട് കേൾക്കണില്ല. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. ആദർശേട്ടാ, നിങ്ങളുടെ ഫോണിങ് തന്നേ, ഇങ്ങോട്ടേക്ക് തന്നേ എന്ന് പറഞ്ഞു. എന്തിനാ? അല്ല, നിനക്കെന്തിനാ വേണി എൻ്റെ ഫോൺ? അത് കൊള്ളാലോ. അല്ല, നിങ്ങൾക്ക് ആ ഫോണൊന്ന് എനിക്ക് തന്നെന്ന് ഓർത്ത് എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല വേണി ഞാൻ ഈ പറയണത്. പക്ഷേ നിനക്കെന്തിനാ എൻ്റെ ഫോണെന്നാ ചോദിച്ചത്. ഓ, വേറൊന്നിനും അല്ല കേട്ടോ. നിങ്ങളെ ആ പല തവണ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ആ റോങ് നമ്പറില്ലേ, അവരോട് റോങ് ആണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ദേ, അവർ കട്ട് ചെയ്തു വിട്ടു വേണി. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് റോങ് നമ്പറാന്ന് അവർക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. ഇനി അവർ വിളിക്കില്ലെന്നേ ശരിക്കും. ഓ രഞ്ജു, ഇനി വിളിക്കല്ലേ പ്ലീസ്, എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ആദർശ അകത്തേക്ക് കയറാൻ പോവാണ്. ആദർശേട്ടാ നിന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി അവിടെ പിടിച്ചു നിർത്തിയിട്ട് മണത്ത് നോക്കുകയാണ്. എന്തുട്ടാ ഇത്? എന്ത്? അല്ല, എന്തുട്ടാ നിങ്ങളെ ഒരു വേറൊരു സ്മെല്ല്? എന്ത് സ്മെല്ല്? അതെന്താ വേണി? അതെ, ഇത് നിങ്ങളുടെ മണമല്ല കേട്ടോ. ഇതെന്താ മണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് വേഗം തന്നെ രഞ്ജു അടിച്ചു പിടിപ്പിച്ച ആ സ്പ്രേയുടെ കാര്യം ഓർക്കുകയാണ്. രഞ്ജു പറ്റിച്ച പണിയായത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി ഈശ്വരാ? ഞാൻ എന്ത് ചെയ്യും? ഇത് പുതിയതാ സ്മെല്ലാട്ടോ.
പുതിയ സ്മെല്ലോ? എനിക്കോ? നിനക്ക് എന്താ? നിനക്കിതൊക്കെ വെറുതെ തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞ് വേഗം ഓടി രക്ഷപ്പെടാൻ പോയി. നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ. അമ്മേ, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെക്കണേ എന്ന് പറഞ്ഞ് ആദർശ് വീണ്ടും അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കുകയാണ്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയും അകത്തേക്ക് പോയി. അപ്പോൾ വേണി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. മത്താപ്പിന് എന്തോ ഒരു വശപ്പശകിലൊക്കെ ഉണ്ടല്ലോ. അപ്പം നോക്കുകയാണ് ആദർശിനെ. ഈ മത്താപ്പ് ഇത് എങ്ങോട്ടേക്ക് പോയത്? ആദർശിനെ തപ്പിയിട്ട് ആദർശിനെ ഒന്നും അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴും കണ്ടില്ല. പിന്നെ പിന്നാമ്പുറത്ത് ചെന്ന് അലക്കുന്നിടത്ത് നോക്കുകയാണ് കേട്ടോ വേണി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ആദർശ് ദേണ്ട ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് ഷർട്ട് ഇങ്ങനെ മുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേണി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇങ്ങനെന്തായി കാണിക്കണത്? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്തുട്ടാ മനുഷ്യ ഈ കാണിക്കണത്? അതെ, അല്ല നിങ്ങളിപ്പോൾ എന്തിനാ ഇത് മുക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെ ചെയ്യണം, അത് ആചാരമാണ്. ആചാരമോ? എന്തുട്ടാചാരം? അതെ, അത് നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതെ, ഇന്ന് ഞാനൊരു മരണത്തിന് പോയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുത്തശ്ശൻ മരിച്ചുപോയി. പോണോണ്ട് ഇപ്പം എന്തുട്ടാ? അതെ, മരണം വെട്ടി പോയി കഴിഞ്ഞാൽ ആ ഷർട്ടും പാൻറ്റും വീണ്ടും വെള്ളത്തിൽ മുക്കിയിടണമെന്നേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഹേയ്, നിങ്ങൾ എന്തിട്ടൊക്കെയും പറയുന്ന ആദർശേട്ടാ? വേണി, നിനക്ക് ഇത്തരം ആചാരങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ്. അപ്പം നന്ദിനി അമ്മ ദേണ്ട അങ്ങോട്ടേക്ക് വരികയാണ്. ദേ അമ്മ വരുന്നുണ്ടല്ലോ. അമ്മേ, ദേ സംശയമുണ്ട് എങ്കിൽ നീ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. അമ്മേ, വേണിക്കതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോടെ, പാവം അവൾക്കിതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആദർശ് വേഗം അവിടെ നിന്ന് സ്കൂട്ടായി. അപ്പോൾ നന്ദിനി അമ്മ ചെന്നിട്ട് മോളെ, മരിച്ച വീട്ടിൽ പോയാൽ വാലായ്മ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് നന്ദിനി അമ്മയും പറഞ്ഞു. എന്നിട്ട് നന്ദിനി അമ്മ ബക്കറ്റുമായിട്ട് അപ്പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ. പക്ഷേങ്കിൽ വേണിക്കത് അത്ര കൺവിൻസിങ് ആയി തോന്നിയില്ല. എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. അപ്പോൾ വേണി വീണ്ടും ആ ഷർട്ട് വെള്ളത്തിൽ മുക്കിയത് എടുത്തിങ്ങനെ മണത്ത് നോക്കുകയാണ് കേട്ടോ. അതെ, മുമ്പത്തെ സ്മെല്ലങ്ങ് പോയല്ലോ. ഇനിയിപ്പോൾ എന്താണാവോ ഈ മണം? അത് ഞാൻ നേരത്തെ മണത്തപ്പോൾ എനിക്ക് ആ മണം ഫീൽ ചെയ്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ മണത്ത് നോക്കുകയാണ്. പക്ഷേ എങ്കിൽ ആദർശ് അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഒളിഞ്ഞ്. എന്താ ഇപ്പോൾ പറ്റുക? അപ്പോൾ ആദർശ് ആകെ പേടിയായി. ഇനി എന്താ ചെയ്യുക? വേണിയെങ്ങാണ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ തീർന്നൊന്ന് കൂട്ടിവെച്ചാൽ മതി. ആകെ എല്ലാം കയ്യിൽ നിന്ന് പോവും എന്ന ഉറപ്പായിട്ട് ഇങ്ങനെ വെപ്രാളം പിടിച്ചാണ് ആദർശ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. ആ സ്മെല്ല് ഭാഗ്യം വേണിക്കൊന്നും മനസ്സിലായിട്ടില്ല. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആദർശ് റൂമിലേക്ക് പോവാണ്. നമ്മുടെ മത്താപ്പിൻ്റെ പോക്ക് കറക്റ്റ് റൂട്ടല്ല കേട്ടോ. എന്തോ ഒരു വശപ്പശകുണ്ട്. മത്താപ്പേ, ഈ വേണിയോടാണോ മത്താപ്പിൻ്റെ കളി? ഞാൻ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ വേണി. അപ്പോൾ വേണി എൻ്റെ റൂമിലേക്ക് വരുമ്പം ആദർശ് കുളിക്കാനായിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾ എന്തൊട്ട് ഭ്രാന്തൊക്കെ കാട്ടിക്കൂട്ടണത്? ഞാൻ എന്തു ചെയ്തെന്നാണ് നീ പറയണത്? അമ്മ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമായില്ലേ വേണി? വേണി, അത് ആചാരമാണ്. അത് ആചാരോ അനുഷ്ഠാനോ ചടങ്ങോ എന്തിട്ടെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഫോണും കൊണ്ട് ഈ ബാത്റൂമിനുള്ളിലേക്ക് പോണത് ഏത് വകയിലുള്ള ആചാരമാണ്? അതൊന്ന് പറഞ്ഞേ. അല്ല, അതെനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കൊരു കോൾ വരും, അതുകൊണ്ടാണ് വേണി. ഏത് സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതെന്തൊട്ട് കോളാ മനുഷ്യ? അത് പിന്നെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നുള്ളൊരു കോളാണ്. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കും. എന്നാൽ ശരിയേ. അപ്പോൾ വേണി തട്ടിപ്പറിച്ച് ആ ഫോൺ അങ്ങ് വാങ്ങി. നിങ്ങൾക്കിപ്പോൾ വരണ കോള് ഞാൻ അറ്റൻഡ് ചെയ്താൽ പോരെ? ഫോൺ വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തോളാം. നിങ്ങൾ സമാധാനമായിട്ട് പോയി ബാത്റൂമിൽ പോയിട്ട് വാന്നേ. അപ്പോൾ ആദർശ് ഇങ്ങനെ നിൽക്കണം. എന്തേ, ഫോൺ കയ്യിലാണ്ട് നിങ്ങൾക്ക് ബാത്റൂമിൽ കയറില്ല? ഇനി അങ്ങനെ വല്ല ആചാരം ഉണ്ടാവുമോ? ഈ സമയത്തെങ്ങാനും രഞ്ജു എങ്ങാനും വിളിച്ചാൽ തീർന്നു. എൻ്റെ ഈശ്വര, എൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾ എന്തുട്ടാ മനുഷ്യ ഈ ആലോചിച്ച് നിൽക്കണത്? ഫോൺ വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ചെല്ല്. അതെ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. പിന്നെ പെട്ടെന്ന് എന്താ ഓർത്തത്? എൻ്റെ ഫോണിൽ ചാർജില്ല. ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്താൽ പോരെ? സിമ്പിളായ കാര്യമല്ലേ ഉള്ളൂ. എന്നിട്ട് വേണി ചെന്ന് ഫോൺ സ്വിച്ച് കുത്തിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രശ്നം ഇപ്പം തീർന്നില്ലേ? വേണി, നീ ഫോൺ ഓണാക്കിയിട്ടാണോ ചാർജ് ചെയ്യുന്നത്? അതെ, അതിനിപ്പോൾ എന്തിനാ കുഴപ്പം? അതെന്താണെന്നോ, ഇങ്ങോട്ട് മാറ്. വേഗം ഫോൺ എടുത്തിട്ട് അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആദർശ. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഫോൺ ഓഫാക്കിയത്? അത് പറ വേണി. ഫോൺ ഓഫാക്കി ചാർജിലിട്ടാൽ പെട്ടെന്ന് ചാർജ് കയറും, അതറിയുമോ?
ഇന്നലെ വരെ നിങ്ങൾ ഫോൺ ഓണാക്കി തന്നെയല്ലേ ചാർജ് ചെയ്തത്? ആ മിസ്റ്റേക്ക് എനിക്ക് ഇന്നാണ് വേണി തിരിച്ചറിയാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. എന്നിട്ട് ആദർശ് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് വേണിയെ നിരീക്ഷിക്കുക. വേണി ഇനി എന്താ കാണിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് പാവം ഇങ്ങനെ പുറത്തേക്ക് നോക്കുക കേട്ടോ. ഫോൺ ഓഫാക്കിയിട്ട് ചാർജ് ചെയ്താൽ പെട്ടെന്ന് ചാർജ് കയറുമോ? ഉള്ളത് തന്നെയാണോ? ആവോ, എനിക്കറിയില്ല. അപ്പോൾ തന്നെ ഇന്നിങ്ങനെ സംസാരിക്കുകയാണ്. ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. എന്താണെങ്കിലും ആദർശനല്ലേ, ഈ ഫോണും മനുഷ്യനും ഒക്കെ ഒരുപോലല്ലേ? എന്താ ചെയ്യുക? നമ്മൾ കണ്ണടച്ചേ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉഷാറും ഉന്മേഷമൊക്കെ തോന്നാറില്ലേ? ഫോണിൻ്റെ കാര്യവും മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. ഒന്നുമില്ലാണ്ട് നമ്മുടെ ആദർശേട്ടൻ അങ്ങനെ പറയില്ലല്ലോ. സത്യമായിരിക്കും എന്ന് പറഞ്ഞ് വേണി പാവം അങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ വേണി പോയിരുന്ന് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ആദർശിന് വളരെ വിഷമം തോന്നി കേട്ടോ. ശരിക്കും ആദർശ് ആകെ സങ്കടപ്പെട്ട്, സോറി വേണി, ശരിക്കും റിയലി സോറി. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയില്ല. രഞ്ജുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ഏത് കഷ്ടകാല സമയത്താണോ അവളെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണാൻ തോന്നിയത്. എൻ്റെ ഈശ്വര, രഞ്ജു എനിക്ക് വള്ളിക്കെട്ടാവും ഉറപ്പാണ്. എങ്ങനെയെങ്കിലും എൻ്റെ തലയിൽ നിന്ന് അവളെ ഒന്ന് ഒഴിവാക്കി കിട്ടണം എൻ്റെ ദൈവമേ. അപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ആദർശ്. എന്നിട്ട് ബാത്റൂമിലേക്ക് അങ്ങ് കയറിപ്പോയി കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ മഹാദേവനും രാധാമണി തങ്കച്ചി ഇരിപ്പുണ്ട്. അപ്പോൾ രാധാമണി തങ്കച്ചി നമ്മുടെ മഹാദേവൻ്റെ കാലൊക്കെ തിരുമ്മി കൊടുക്കുകയാണ്. അപ്പം രാധാമണിയുടെ നാക്കടങ്ങിയിരിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഒന്നാലോചിച്ചാൽ എന്ത് പറയാനാ, ഈ വീട്ടിലെ എല്ലാ അനർത്ഥങ്ങൾക്കും മൂല കാരണമെന്ന് പറയുന്നത് ആ ഗൗരി തന്നെയാണ്. അവൾ എന്ന് ഈ വീട്ടിലേക്ക് കെട്ടിയെടുത്തോ അന്നത്തോടെ ഈ കുടുംബവും എന്താ പറയുക, നമ്മളും എല്ലാവരും നശിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കവളെ കൊല്ലാൻ ആലോചിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് കമല കേൾക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. പിന്നെ ആരോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമലയെ പേടിപ്പിച്ചു. ഇപ്പം അവളുടെ കുട്ടിയും പോയി. എവിടെ രാധേ, ദേ നിൻ്റെ എൻ്റെ കാല് വെച്ച് നിനക്കൊന്ന് തന്നാണ്ടല്ലോ. നിൻ്റെ നാക്കൊന്ന് അടങ്ങിയിരിക്കില്ലേ? നിനക്ക് എന്താ പറ്റിയത്? എപ്പോഴും ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ ചരച്ചോണ്ടിരിക്കും. എന്താടി നിനക്ക് എന്ന് ചോദിച്ചു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, നടക്കാനുള്ളത് എന്തിട്ടാണ് എങ്കിലും അത് നടന്നു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരമോ ഒന്നും വേണ്ട. മനസ്സിലായോടി നിനക്ക്? അവനാതെ മിണ്ടുന്നില്ല. പിന്നെ ദേ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കുട്ടിശങ്കറിൻ്റെ ചെവിയിലെത്തിയാൽ അറിയാലോ, പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇതൊന്നും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനീ പറയണത്, നാക്കടക്കി വെക്കുക എന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ. പാവം കമലയുടെ അവസ്ഥ ഓർത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഓ പാവം കമലയോ? നമുക്കേ ആ കമലയ്ക്കുണ്ടല്ലോ, അവൾക്ക് ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ അതിൻ്റെ കാരണക്കാരി അവൾ തന്നെയാണ്, അവൾ മാത്രമാണ്. അത് മനസ്സിലാക്കിക്കോ. ആ കമലയ്ക്ക് നമ്മളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ ആ ഗൗരിയോടാ. അതിൻ്റെ പരിണത ഫലം ഇപ്പം എന്തുട്ടാ? എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്തു ചെയ്യാനാ? നിങ്ങൾ ഇനി ഗൗരിയെ അധിക കാലം വാഴാൻ വിടുന്നത് നല്ലതിനല്ല. ഇതൊക്കെ നീ പറയാണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളെ അങ്ങനെ പെട്ടെന്നൊന്നും വെറുതെ ഒന്നും പുറത്തിറക്കാൻ പറ്റില്ല. കൃത്യമായ വ്യക്തമായ ഒരു കാരണം വേണം. അതെ, അത് കണ്ടെത്തുക തന്നെ ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് നമുക്കങ്ങ് പുറത്താക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെ. ഞാൻ പലപ്പോഴും പല വഴികളും ആലോചിച്ചു. പക്ഷേ നമ്മളുടെ മോൻ അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്കവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ മനസ്സിലെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്താ നിങ്ങളുടെ മനസ്സിൽ? സമയാവട്ടെ പറയാം എന്ന് പറഞ്ഞു. അല്ല, എന്താണെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പൊന്നൊന്നിട്ട് ചെപ്പക്കുറ്റി തീർച്ചയായും ഓർമ്മ തരും കേട്ടോ. സമയമാവട്ടെ പറയാം എന്നല്ലേ കമൽ നിന്നോട് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുട്ടിനാ അത് തന്നെ നീ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണത്? എൻ്റെ പൊന്നു രാധേ, നിൻ്റെ കാര്യം. രാധേ, ഗംഗ മോളുടെ പരീക്ഷ കഴിയാറായോ? അതെനിക്കറിയില്ല. എങ്കിപ്പി എന്നാലേ അറിയണം. നീ വേഗം തന്നെ അത് വിളിച്ചന്വേഷിക്കണം. അല്ല, പെട്ടെന്ന് എന്തിനാ ഗംഗമോളുടെ പേര് പറയാൻ? എന്താ കാരണം? എന്തുട്ടെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് നീ അങ്ങ് കൂട്ടിക്കോ. അത്രമാത്രം അറിഞ്ഞാൽ മതി. അപ്പം മഹാദേവൻ എന്തോ മനസ്സിൽ കരുതി ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ അടുത്തത് പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും വേണീനെയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്, കിടക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ആദർശ ഉറക്കം അഭിനയിക്കുകയാണ് കേട്ടോ. വേണി ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ കണ്ണിങ്ങനെ തുറന്നു. ഈ സമയത്താണ് നമ്മുടെ രഞ്ജിനിയുടെ കോള് വരുന്നത്. ആദർശ് ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റ് വേഗം അത് ഓഫാക്കി. വേണി എഴുന്നേക്കാൻ പാടില്ലല്ലോ. പക്ഷേങ്കിൽ വേണി ആ സമയത്ത് കണ്ണ് തുറന്നു. എങ്കിലും ആദർശ് നോക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ ആൾ നടിച്ച് കിടക്കുകയാണ്. വീണ്ടും രഞ്ജിനിയുടെ കോള് വന്നു, ഓഫാക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആദർശിന് ഒരു സമാധാനം കിട്ടുന്നില്ല. കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല, ഇരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല. ആൾ വേഗം ചാടി എഴുന്നേറ്റ് അവിടെ ഇരുന്നു. എന്നിട്ട് ഒരു ജഗ്ഗിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്തുട്ടാണാവോ ഈ മനുഷ്യൻ കാണിക്കുന്നത്? എന്താ പറ്റിയത്? എന്താണാവോ ഇത്രയും വലിയ ആലോചന? എന്തേ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇനിയും രഞ്ജിനിയെക്കുറിച്ചുള്ള ആ സത്യങ്ങൾ മൂടി വെക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവളുടെ ശല്യം കൊണ്ട് എനിക്ക് സഹിക്കാൻ ഉറങ്ങാൻ പോലും പറ്റണില്ല. എല്ലാം വേണിയോട് തുറന്നു പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിച്ചുവാണ് ആദർശ്. ഇങ്ങനെന്താണ് അവ ഉദ്ദേശിക്കുന്നത്? ഒന്നും മനസ്സിലാവാതെ വേണിയെ നോക്കുമ്പോൾ വേണി വേഗം തന്നെ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആദർശ് ലൈറ്റ് ഇട്ടിട്ടും വേണി എണീക്കണില്ല കേട്ടോ. രഞ്ജുവിനെ കുറിച്ച് ഇനി അറിയുമ്പോൾ വേണി അത് എങ്ങനെയായിരിക്കും എടുക്കുക? ഇനി എന്തൊക്കെയായിരിക്കും അവളുടെ പ്രതികരണം? ഒന്നും അറിയാൻ പറ്റണില്ല. വീണ്ടും വലിയ ആലോചനയിലാണല്ലോ. എന്തായാലും പറയാം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് വേണീനെ വിളിക്കുകയാണ്. വേണി, നീ ഒന്ന് എണീറ്റ് എന്ന് പറഞ്ഞു. എന്താ മനുഷ്യ എന്ന് ചോദിച്ചോ. എന്തിനാ ഇപ്പോൾ എണീക്കണത് ഉറക്കത്തിനകത്തുനിന്ന്? നീ ഒന്ന് എണീറ്റ്, നീ ആദ്യം എഴുന്നേക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ വേണി എഴുന്നേറ്റ് കുത്തിയിരിക്കുകയാണ്. ഇനി പറ, എന്തുട്ടാ സംഭവം? അപ്പോൾ ആദർശ് ഇങ്ങനെ ആലോചിക്കുക. എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് നോക്കി ആദർശേട്ടാ. എന്താ നിങ്ങൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം. ഈ പാതിരാത്രിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചുണർത്തി എന്തോ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സൈലൻ്റ് ഇട്ട് കളിക്കാം. അത് പിന്നെ വേണി, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളിങ്ങനെ മുക്കി മൂളിയിരിക്കാതെ സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയുന്നേ. എന്താണെന്ന് വെച്ചാൽ പറ. അപ്പോൾ ആദർശ് ഇങ്ങനെ എന്നിട്ട് ഞാൻ പറയാം. അപ്പം പക്ഷേ നീ അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്നെ വെള്ളം കുടിപ്പിക്കണേ എന്തോ ഒരു ഉടായിപ്പ് പരിപാടിയാണല്ലോ അല്ലേ? അതെ, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേണി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.